ഹലോ എവരും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസൊക്കെ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. ഞാനും ക്രിസ്മസൊക്കെ അത്യാവശ്യം അടിച്ചു പൊളിച്ചു. അതുകൊണ്ടാണ് 2 ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ബേസ്ഡായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ സൈക്കോളജി സീരീസ് 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സൈക്കോളജിക്കൽ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് ബയാസുകൾ. അതായത് ട്രേഡിങ്ങിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ബയാസുകൾ. നമ്മൾ എന്തിനേലും ബയാസ്ഡായിട്ട് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള കുറച്ച് ബയാസുകളുണ്ട്. ആ ബയാസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണ്ടുനോക്കാം. അതിൽ ഒന്നാമത്തെ ബയാസാണ് കൺഫർമേഷൻ ബയാസ്. ഇപ്പം തുടക്കത്തിലുള്ള ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സംഭവമാണ് ഈ കൺഫർമേഷൻ ബയാസ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മളൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ പല കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടെൻഡൻസി നമുക്ക് ട്രേഡിങ്ങിന് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. റിയൽ ലൈഫിൽ അതൊക്കെ നല്ലതാണ്. ഇപ്പം നമ്മൾ ആഴമുള്ള ഒരു കുളത്തിലോട്ട് ചാടുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇറങ്ങി നീ ഒന്ന് ഇറങ്ങി നോക്ക്, എന്തുമാത്രം ആഴമുണ്ട്, അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ചാടുന്നതല്ലായിരിക്കും. പക്ഷേ ട്രേഡിങ്ങിൽ നിങ്ങൾ അങ്ങനെ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഉറപ്പായിട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങൾക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് കാണും. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ കൂടുതൽ കൺഫർമേഷൻ വേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളിപ്പോൾ 200 ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യും ബായിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റ് എൻട്രി ആയിരിക്കും നിങ്ങൾ എടുക്കാൻ തോന്നുന്നത്. പക്ഷേ ആ സമയത്ത് കൂടുതൽ കൺഫർമേഷൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകും. അതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ കൺഫർമേഷൻ നോക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊരു ടൈമിൻ്റെ സംഭവമാണല്ലോ. അപ്പോൾ നിങ്ങൾ സമയത്തിന് അതീതമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കറക്റ്റ് തീരുമാനം കറക്റ്റ് സമയത്ത് തന്നെ എടുക്കണം. അപ്പോൾ കൂടുതൽ കൺഫർമേഷൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകും. അപ്പോൾ കൂടുതൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. മാത്രമല്ല നിങ്ങൾ വിചാരിച്ച പോലെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ട്രേഡിംഗ് സെറ്റപ്പ് തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ കൺഫർമേഷൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുത്തുന്ന ഒരു ബയാസാണ് ഓവർ കോൺഫിഡൻസ് ബയാസ്. ഇത് ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഇപ്പം നിങ്ങൾ അടുപ്പിച്ചൊരു 3-4 ട്രേഡ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കോൺഫിഡൻസ് കയറും. ഈ കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും എപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പലപ്പോഴും. അതായത് നമുക്ക് 3-4 ട്രേഡൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ കൊള്ളാമല്ല, ഞാൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ എനിക്കിതൊക്കെ വളരെ സിമ്പിളാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാം. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നതാണ്. മനുഷ്യൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ അത് നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ട് നിങ്ങളെ ഒരു പ്രശ്നത്തിലോട്ട് കൊണ്ട് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് തുടങ്ങുന്നത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ 3-4 ട്രേഡ് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് ക്വാണ്ടിറ്റിയൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന ഒരു ട്രേഡ് സെറ്റപ്പ് ആക്കി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അടുപ്പിച്ച് 3-4 തവണ നിങ്ങൾ വിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് പതുക്കെ ഒരു ഓവർ കോൺഫിഡൻസ് ആയി മാറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാനുള്ള ടെൻഡൻസി കൂടും. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ 1:2 ആണ് നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നത് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നിങ്ങളുടെ ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റിസ്ക് റിവാർഡ് തെറ്റും. അപ്പോൾ അന്നത്തെ മാർക്കറ്റ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ പോകാതെ തിരിച്ചു പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ട്, ഉറപ്പായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് തന്നെ ഫോളോ ചെയ്യുക. നമ്മുടെ മനസ്സ് ട്രേഡിംഗ് ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും, അതിലോട്ടൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല. എപ്പോഴാണ് നമ്മൾ ഓവർ കോൺഫിഡൻസ് ആണെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. നമുക്ക് ആ ട്രേഡ് കഴിഞ്ഞ ശേഷം അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്തത് മണ്ടത്തരമാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ മൊമെൻറ്റിൽ നമുക്ക് ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ആണോ ഒരു നല്ല കോൺഫിഡൻസ് ആണോ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ട്രേഡിംഗ് ടെർമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ഉള്ളൊരു ബയാസ് എന്ന് പറഞ്ഞാൽ ആങ്കറിംഗ് ബയാസാണ്. അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഒക്കെ പെടുത്താൻ വേണ്ടി ഒരുപാട് ന്യൂസുകളൊക്കെ വരുമല്ലോ. ന്യൂസുകളൊക്കെ വരുമ്പോഴത്തേക്കും നാളത്തെ മാർക്കറ്റ് മിക്കവാറും ഇടിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാളത്തെ മാർക്കറ്റ് എല്ലാം തകരാൻ പോകണമൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരും. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ വരുന്നത് തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി ആയിരിക്കും നമ്മൾ മാർക്കറ്റോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. രാവിലെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ബെയറിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂസിനകത്ത് കേട്ടല്ലോ ആ ഒരു ബയാസിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് നമുക്ക് ലോങ് പൊസിഷനാണ് കിടക്കുന്നുണ്ടെങ്കിൽ പോലും ന്യൂസുകളൊക്കെ അങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും ആ ഇൻഫർമേഷനാണ് കറക്റ്റ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ മാറ്റുന്നതാണ് ആങ്കറിംഗ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് തന്നെ ഫോളോ ചെയ്യുക. ഇനി നാലാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബയാസ് എന്ന് പറയുമ്പോഴത്തേക്കും ലോസ് അവേഴ്സാണ്. അതായത് നിങ്ങൾ ട്രേഡ് എടുത്തു, ആ ട്രേഡ് എടുത്ത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ പൊസിഷൻ ലോസിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ആ ലോസിൽ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്തൊക്കെ കാണിച്ചാൽ നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ പ്രോഫിറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോസിലോട്ട് നിങ്ങൾ പോകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് നിങ്ങൾ ചിലപ്പോൾ പോയിരിക്കാം. അതുകൊണ്ട് ലോസിന് ഒരിക്കലും ഭയക്കേണ്ട കാര്യം, ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ഇപ്പം നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ലോസ് കാണില്ല. ആ ലോസ് ആവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് റിക്കവർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ആ ലോസ് ആവണേ ഉറപ്പായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. സ്റ്റോപ്പ് ലോസ് ഓൾവേസ് ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ചില ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കത്തില്ല, അവർ മനസ്സിലാക്കി സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. പക്ഷേ മാർക്കറ്റ് അവിടെ എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. നമ്മൾ ആ ഒരു പൊസിഷൻ വീണ്ടും ഹോൾഡ് ചെയ്ത് വെക്കും. സഡൻ മൂവ് ഒക്കെയാണ് മാർക്കറ്റ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോസോട് നമ്മൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലോസ് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ലോസ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. കാരണം ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗെയിം നമ്മൾ മനസ്സിലാക്കുക. അതായത് ലോസ് വരും, ചെറിയ ചെറിയ ലോസുകളിൽ കുഴപ്പമില്ല. പക്ഷേ ആ ചെറിയ ചെറിയ ലോസുകൾ വലിയ വലിയ ലോസിലോട്ട് പോകാതെ നമ്മൾ പിടിച്ചു നിർത്തണം. അതാണ് നമ്മുടെ കഴിവ്. ഇനിയിപ്പോൾ അഞ്ചാമത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ പറയാം. അതായത് ഹെർഡ് മെൻറ്റാലിറ്റി. ഹെർഡ് മെൻറ്റാലിറ്റി പറയുമ്പോഴത്തേക്കും
കൂടുതൽ ആൾക്കാർ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ ചിന്തിക്കുക എന്ന് പറയും. അതായത് നിങ്ങൾ ഷെയർ മാർക്കറ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്ത് പഠിക്കുക. ഈ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകാതെ നിങ്ങളുടെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. അല്ലാതെ മറ്റൊരാൾ പറയുന്നതാണ് നമ്മൾ വേദവാക്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണോ പറഞ്ഞത് അത് തന്നെ ഫോളോ ചെയ്യും. ഇപ്പം നിങ്ങൾക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ടു, പക്ഷേ അവരെക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു അനാലിസിസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങളൊരു നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടു, പക്ഷേ മറ്റൊരാൾ പറയുന്നത് നിങ്ങളുടെ വ്യൂവിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ വെച്ച് ഒരു ട്രേഡിംഗോട്ട് എൻ്റർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കലും മറ്റുള്ളവരുടെ വ്യൂ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്. എപ്പോഴും നമുക്ക് നമ്മുടെയായിട്ട് അനാലിസിസ് വേണം. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് യൂട്യൂബ് ചാനലോ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന കൊള്ളാം. പക്ഷേ നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അനാലിസിസ് എപ്പോഴും വേണം. ഒരാൾ സ്വന്തമായിട്ട് ഷെയർ മാർക്കറ്റ് എത്രമാത്രം അനലൈസ് ചെയ്ത് നോക്കുന്നു അത്രമാത്രം അയാൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ലെവലോട്ട് എത്താൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഷെയർ മാർക്കറ്റ് പോലെ സംഭവത്തിൽ നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. കാരണം നിങ്ങളുടെ പൈസയാണ്, നിങ്ങളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് തീരുമാനം എടുക്കാൻ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സാഹചര്യം വന്നാൽ പോലും നിങ്ങൾ മറ്റൊരാളുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. പിടിയിട്ട് അത് പലപ്പോഴും പ്രശ്നമാണ്. നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പം ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ആ ഒരു കഴിവ് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിനെ കണ്ടിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ ഗുണമെന്ന് പറയാൻ നിങ്ങൾ ഏതൊരു ബയാസിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ ഏതൊരു രീതിയിൽ നിങ്ങൾ ബയാസിലായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കാരണം എത്ര പേര് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം കൂടുതൽ ആൾക്കാരും ചെയ്യുന്നുണ്ട്, ഞാനുൾപ്പെടെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പുകളും നമ്മുടെ ഒരു സൈക്കോളജി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ദിനം പ്രതി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് ഫോക്കസ് ചെയ്യുക. കാരണം ഇതൊരു സൈക്കോളജിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് ഒറ്റ ദിവസം എടുക്കുന്നത് നമ്മൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബാക്കി ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സൈക്കോളജിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നമ്മളൊന്ന് മാറ്റിക്കൊണ്ടുവരേണ്ട ഒരു സംഭവമല്ലേ. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിടിയിട്ട് കാരണം ഇത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നുള്ള കൺട്രോൾ ഇടുവാണ് നമ്മൾ ചെയ്യുന്നത്. പിടിയിട്ട് നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള എനർജി ഭയങ്കര കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ആഞ്ഞു പിടിക്കണം നമ്മുടെ മനസ്സിനെ. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പോൾ അത് എവിടെയാണ് നമ്മൾ പിടിച്ചു നിർത്തുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന ബയാസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തലേ ദിവസം ന്യൂസ് വന്നല്ലോ, അപ്പോൾ ആൾക്കാരെല്ലാം താഴോട്ട് പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ബയാസിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബയാസിനെ പറ്റി ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബയാസിലാകുന്നത് നമ്മൾ പോലും അറിയത്തില്ല. അതാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ അറിവുകൾ വെച്ച് നമ്മുടെ മൈൻഡ് ഒന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ലോങ് ടൈമിലേക്ക് നമ്മുടെ മൈൻഡെ കുറച്ച് സ്റ്റേബിൾ ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ച് ബയാസ് കൂടെ ഞാനിപ്പോൾ വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.